ഞാനിപ്പോൾ റിയ ഇത് കേൾക്കുവാണെങ്കിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ റിയ കേൾക്കുമല്ലോ, കാരണം എല്ലാ ഇൻ്റർവ്യൂ കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ റിയ കേൾക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയാം. ഇപ്പോൾ അലിൻ ജോസ് പെരേര സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കൂ, അല്ലെങ്കിൽ ഒരു ഉമ്മ തരൂ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒന്ന് കെട്ടിപ്പിടിക്കൂ, ഒരു ഉമ്മ തരൂ ചെയ്തിട്ടുണ്ടായിരിക്കും. പറഞ്ഞേക്കെ ഓക്കെ. എടാ പെർമിഷൻ, എടാ ഒരു മിനിറ്റ് ഒന്ന് പറഞ്ഞോട്ടെ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ ചിലപ്പോൾ ഒന്ന് കെട്ടിപ്പിടിക്കും, ഒരു ഉമ്മ വയ്ക്കുകയോ ചെയ്ത് കാണും. അതിൽ കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ല. അത് ഈ കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം, ഞങ്ങളെല്ലാ സഹപ്രവർത്തകർക്കും അറിയാം, അത് റിയയ്ക്കും അറിയാം. അപ്പോൾ റിയ പീഡിപ്പിച്ചു എന്ന് ദയവ് ചെയ്ത് പറയാണ്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളൊരു പെൺകുട്ടിയാണ്. നാളെ ഇയാൾക്ക് ചിലപ്പോൾ നല്ലൊരു ഭാവി വരും. അപ്പോൾ ഭാവി വരുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒരു പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ പേരിൽ നമ്മുടെ കുടുംബത്ത് ഭയങ്കര വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പണ്ടാലെയും കൊണ്ടു കിടന്ന പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഈ മണ്ടത്തരങ്ങൾ വിളിച്ച് പറയാണ്ടിരിക്കുക. കാരണം പീഡനമൊന്നും നടന്നിട്ടില്ല, അതിനുള്ള വേറൊന്നുമല്ല, അതിനുള്ള ഒരു പക്വത ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നുവെച്ചാൽ ചിലപ്പോൾ ഈ കമൻറ്റ് ചോദിക്കും അതെങ്ങനെ നിനക്കറിയാവുന്നതെന്നൊക്കെ ചോദിക്കും. എങ്കിലും ഞാൻ പറയുകയാണ്, അതിനുള്ളൊരു പക്വത ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. അതിനുള്ളൊരു പീഡിപ്പിച്ചു എന്ന് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ മറൈൻ ഡ്രൈവിൽ നിങ്ങൾ പോയിരുന്നാലും തിയേറ്ററിൽ പോയിരുന്നാലും ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ചിലപ്പോൾ ഉമ്മ വെച്ച് കാണും, കെട്ടിപ്പിടിച്ച് കാണും, ചിലപ്പോൾ ഈ രണ്ടുപേരെ സമുദ്രം അങ്ങോട്ടും ഇങ്ങോട്ടും കിസ്സടിച്ച് അതൊക്കെ ഓക്കെ, അത് സ്നേഹം കൊണ്ട് നടന്നു. പക്ഷെ പീഡനം എന്ന് പറഞ്ഞാൽ അതല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. അത് നടക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ റൂം എടുക്കുവാണെങ്കിൽ അവിടെ ക്യാമറയുണ്ട്. ഒരു ഹോട്ടലിൽ പോയിട്ട് റൂം എടുക്കണം, അവിടെ ക്യാമറയുണ്ട്. അല്ലെങ്കിൽ അഡ്രസ്സ് ബുക്കിൽ നിങ്ങളുടെ അഡ്രസ്സ് ഉണ്ടാവും, തിരിച്ചറി കാർഡിൻ്റെ കോപ്പി കൊടുക്കണം, എല്ലാ കാര്യങ്ങളും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവൻ പെട്ടതാണ്. അങ്ങനെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെരേര പെട്ടതാണ്. അല്ലാണ്ട് മറൈൻ ഡ്രൈവിൽ പോയിരിക്കുമ്പോൾ മറൈൻ ഡ്രൈവിലെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ റിയയും പിന്നെ എന്താ പറയുക പെരേര ഇരിക്കുന്ന സ്ഥലത്ത് തൊട്ടപ്പോൾ തന്നെ ഏതെങ്കിലും കപ്പിൾസോ അല്ലെ ഫ്രണ്ട്സോ എല്ലാവരും ഉണ്ടാവും. അവിടെ വെച്ച് നമുക്ക് വേറെ ലൈംഗികപരമായിട്ടൊന്നും ബന്ധപ്പെടാനൊന്നും പറ്റുമൊന്നുമില്ല. അത് എൻ്റെ ഒരു വിശ്വാസമല്ല. അവിടെയുള്ള മറൈൻ ഡ്രൈവിലുള്ള ആളുകളെയാണ് അങ്ങനെ സമ്മതിക്കില്ല. കാരണം ചിലപ്പോൾ കോളേജ് സ്റ്റുഡൻസായ ചങ്ക് ബ്രോഴ്സൊക്കെ അവിടെ പോയിരിക്കും. പക്ഷേ ഇങ്ങനത്തെ ഒരു പരിപാടി ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തല്ല് വെച്ച് കൊടുക്കും തീർച്ചയായിട്ടും. അപ്പോൾ റിയ ഒന്ന് മനസ്സിലാക്കുക, പീഡിപ്പിച്ചു എന്ന് ആരോടും പറയല്ലേ. കാരണം എന്ന് വെച്ചാൽ പീഡിപ്പിക്കാനുള്ളൊരു പക്വത ഇവനായിട്ടില്ല. അത് മാത്രമല്ല, പീഡിപ്പിച്ച് നാളെ ഈ കേസ് മാറിക്കഴിയുമ്പോൾ ഇയാൾക്കൊരു ലൈഫ് വരുന്നതാണ്. അപ്പോൾ ആ ലൈഫിൽ എന്താ സംഭവിക്കണമെന്ന് അറിയോ, ഇതിൻ്റെ പേരിൽ ടോർച്ചറിങ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇൻ്റർവ്യൂ കൊടുത്ത് വേറൊന്നുകൊണ്ടല്ല, റിയ എൻ്റെ ഫ്രണ്ടാണ് ഷാനിമേനെ കുറിച്ച് പറഞ്ഞു. അത് മോശമായ കാര്യമാണ്. കാരണം ഞാൻ കാരണമാണ് ഇവിടെ വന്ന് റീൽസ് ചെയ്ത്. അതിപ്പം മാത്രമല്ല, ഞാനും കൂടി ഡാൻസ് കളിച്ചു. എൻ്റെ വീട്ടിലും ഫാമിലിയൊക്കെ ഉള്ളതാണ്, അവരൊക്കെ എല്ലാവരും കണ്ടേക്കണ കേസാണ്. അവരൊന്നും ഇല്ലാത്തൊരു ഇത്, അല്ലെങ്കിൽ അലിൻ ജോസിൻ്റെ വീട്ടിൽ ഫാമിലിയുള്ള അലിൻ ജോസിൻ്റെ അമ്മയൊക്കെ അലിൻ ജോസിൻ്റെ പേജ് നോക്കുന്നതാണ് കണ്ടേക്കണം. അവർക്കൊന്നും ഇല്ലാത്ത വിഷമം എന്തിനാണ് റിയയ്ക്ക്? ഇവൻ ചിലപ്പോൾ പലരുടെ കൂടെ ഡാൻസ് കളിക്കും, പാട്ട് പാടും, എന്തും ചെയ്യുന്നത്. അതെന്തിനാണെന്ന് റിയ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ? റിയ അഭിനയിക്കാൻ വന്ന് അഭിനയിക്കുക, പോവുക. പിന്നെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ അത് വീട്ടുകാരൊക്കെ ആയിട്ട് ആലോചിച്ച് അവർക്ക് കൂടി സമ്മതമാണെങ്കിൽ മാത്രമാണ് നടക്കുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഏജ് കൂടുതലാണെന്ന് പറയാം, എത്ര ഏജ് എന്ന് എനിക്കറിയത്തില്ല. ഇവന് 23 വയസ്സുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ 23 വയസ്സുള്ള ഒരാളിൽ നിന്ന് കല്യാണം കഴിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അവർ പക്വതയാവാത്ത ഒരാളായിട്ട് മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം? ഇപ്പോഴും ഞാൻ ഇവൻ്റെ കൂടെ നിൽക്കണ വേറെ കൊണ്ടല്ല. കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ പൊട്ടത്തരം കാര്യങ്ങൾ നമുക്കൊരു ഇഷ്ടമായതുകൊണ്ടാണ്. ഇവൻ്റെ കൂടെ വന്ന് നമ്മുടെ സുഹൃത്തുക്കളോട്ട് എല്ലാവരും പറയണം. പക്ഷെ നമ്മൾ അവരോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എൻ്റെ ഫ്രണ്ടാണ് ഈ രീതിയിൽ. കാരണം പീഡന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓടിപ്പോവുള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ കുറേ ട്രോളും കാര്യങ്ങളും ഇതൊക്കെ വരുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പേരും എടുത്തിട്ടുണ്ട്, അതിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ എനിക്കൊന്ന് ഒന്നേ പറയാനുള്ളൂ, റിയ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിട്ടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ പുറകെ പിടിച്ച് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നുള്ള കേസ് വിട്ടിട്ട് ഇയാളുടെ രീതിയിൽ ഇയാൾ മുന്നോട്ട് പോകാൻ നോക്കുക. അവൻ്റെ രീതിയിൽ അവന് പോട്ടെ, അതാണ് നല്ലത്. ഒരു മിനിറ്റ്. അപ്പോൾ ഷാനിബ എന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് കേൾക്കാം. ഷാനിബ വന്ന് കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകരോട്.